നമുക്ക് വിപ്പിംഗ് ക്രീം അതിന്റെ സർക്കിൾ ആയിട്ട് വെക്കാം. വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കണം ഞങ്ങൾ ഇനിയിപ്പോ ഇതിന്റെ മുകളിലേക്ക്. ഹായ് ഹായ്, ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു കേക്ക് തയ്യാറാക്കിയാലോ? എന്ത് കേക്ക് ഉണ്ടാക്കുന്നത്? റെഡ് വെൽവെറ്റ് മഗ് കേക്ക്. റെഡ് വെൽവെറ്റ് മഗ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. 2 മിനിറ്റ് കൊണ്ട് ഓവനിൽ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഞാനും നന്ദും കൂടിയാണ് ഇന്ന് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ? ഉണ്ടാക്കുന്നത് നമുക്ക് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് മഗ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സെറാമിക്കിന്റെ മഗ് എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് സെറാമിക് മഗ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതല്ല കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഞാൻ 2 ടൈപ്പ് മഗ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വാനില മഗ് കേക്കും അതുപോലെ ചോക്ലേറ്റ് മഗ് കേക്കും. അപ്പൊ നമുക്ക് ഇതിൽ തയ്യാറാക്കാം. അപ്പൊ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്ദു, അപ്പൊ നമുക്ക് ഈ കേക്കിന് എന്തൊക്കെയാ വേണ്ടത്? മൈദ, പിന്നെ പൗഡർ, ഷുഗർ, കോക്കോ പൗഡർ. ഇത് അൺസ്വീറ്റഡ് കൊക്കോ പൗഡർ ആണ്, ഹെർഷീസിന്റെ. മെൽറ്റഡ് ബട്ടർ, മിൽക്ക്, വാനില എസൻസ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, റെഡ് ഫുഡ് കളർ, എഗ്. ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. 4 ടേബിൾ സ്പൂൺ മൈദ മഗ്ഗിൽ ഇട്ട് കൊടുക്കാം. ഫുള്ള് എടുക്കാം. അപ്പൊ മെഷർമെന്റ് സ്പൂണൊന്നും എടുക്കുന്നില്ല, എന്നാലും അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ 4 ടേബിൾ സ്പൂൺ മൈദ ഈ മഗ്ഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, കാരണം നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് കൊക്കോ പൗഡർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് കേക്ക് ആയിട്ട് മാറും കേട്ടോ. അപ്പൊ 1/2 ടേബിൾ സ്പൂൺ, ഇതിൽ ഹാഫ് മതി. 1/2 ടേബിൾ സ്പൂൺ അൺസ്വീറ്റഡ് കൊക്കോ പൗഡർ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗർ മഗ്ഗിൽ ഇടാം. സാധാരണ പഞ്ചസാര മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ മൈദയും പഞ്ചസാരയും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന മഗ്ഗിന്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിൽ ചേർക്കുന്ന മൈദയുടെ അളവിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതുള്ളൂ കേട്ടോ. ഇതിപ്പോ അത്യാവശ്യം വലിയ മഗ് തന്നെയാണ്, കുറച്ച് വൈഡായിട്ടുള്ള മഗ്ഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഈ മഗ്ഗിൽ ഇടാം. ഇനി നമ്മൾ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ മഗ്ഗിൽ ഇടാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഒരു അരിപ്പയിൽ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ മഗ് കേക്ക് അല്ല, അപ്പൊ നമ്മൾ എളുപ്പത്തിലുള്ള രീതിയിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. മഗ് കേക്ക് ആണെങ്കിലും നമുക്കിപ്പോ ഒരു സ്വീറ്റ് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നത് തന്നെയുള്ളത്. ഇങ്ങനെ പിടിച്ചിട്ട് മിക്സ് ചെയ്ത് പുറത്തേക്ക് പോകില്ല. അപ്പൊ ഒരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. എല്ലാവരും താഴേന്ന് മിക്സ് ചെയ്തോ, അല്ലെങ്കിൽ കറക്റ്റ് മിക്സ് ആവാതെ കിടക്കും. ഇനി നമുക്ക് ഈ മുട്ട പൊട്ടിച്ചിടാം. ഇനി നമുക്ക് 4 ഡ്രോപ്സ് വാനില എസൻസ് ഇടാം. കുറച്ച് വെച്ചാൽ മതി, വാനില എസൻസ് കൂടി പോയിരുത് കേട്ടോ. മതി, ഇത്രയും മതി. ഒരുപാടായി കഴിഞ്ഞാൽ നന്നാവില്ല. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിക്കാം. അപ്പൊ മിൽക്കിന് കറക്റ്റ് ഒരു അളവ് പറയാൻ പറ്റില്ല. കേക്കിന്റെ ഒരു, അതായത് കേക്ക് ബാറ്ററിന്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി വരുന്ന രീതിയിൽ ഒരുപാട് തിക്കാവാനും പാടില്ല, അതുപോലെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ആ ഒരു രീതിയിൽ. അപ്പൊ ഒഴിച്ചു നോക്കും. 1 2 3. ഇനി നമുക്ക് മെൽറ്റഡ് ബട്ടർ 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം.
ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബട്ടർ ഉരുകിയ ഒരു അളവാണ് കേട്ടോ, 3 ടേബിൾ സ്പൂൺ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ആണെങ്കിലും ബട്ടറിന് പകരം ഉപയോഗിക്കാം. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും, കേക്ക് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് തന്നെ വരും. ഇനി നമുക്ക് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യാം. അപ്പൊ ഫുഡ് കളറിന് അങ്ങനെ അളവൊന്നുമില്ല, ഒരു കളറിനനുസരിച്ച്. അതായത് ഇപ്പൊ റെഡ് വെൽവെറ്റ് കേക്ക് ആകുമ്പോ എന്തായാലും ഒരു റെഡിഷ് കളർ ആയിരിക്കുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട്. ഇതിപ്പോ ജെൽ ഫുഡ് കളറാണ് ഇതിലേക്ക് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മതി. ഫുഡ് കളർ ഇതിന്ന് പോരുന്നില്ല, അപ്പൊ ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് എടുക്കുക. ഇനി നമ്മളൊരു നുള്ളുപ്പ് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ അൺസോൾട്ടഡ് ബട്ടർ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. മുട്ടയാണെന്നുണ്ടെങ്കിലും ബട്ടർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ പാലാണെന്നുണ്ടെങ്കിലും നല്ല തണുപ്പുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് വരില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് തന്നു ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന്. ഇതിനകത്തൊരു ബബിൾ ആണ്. ചട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആയെന്നുണ്ടെങ്കിൽ പിന്നെ പാല് ചേർക്കണ്ട. അടിയിന്ന് മിക്സ് ചെയ്യുന്നത്. ഇതിപ്പോ കണ്ടോ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട. ഒരു 3 ടീസ്പൂൺ അളവിൽ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? കട്ടകളൊക്കെ പോയില്ലേ? ഇതിപ്പോ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നന്ദൂര് മക്കേക്ക് ഇഷ്ടം? Yes, I like it very much. കണ്ടില്ലേ ഇപ്പൊ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി മതി. ഓവറായിട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് നന്നാവില്ല. നന്ദു എൻജോയ് ചെയ്യാ. നന്ദുവിന് ബേക്കിങ്ങും അതുപോലെ ഇതുപോലെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നന്ദു വന്നിരിക്കണത്. മതി നന്ദു മിക്സ് ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ മൈക്രോ മോഡില് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഓവൻ അനുസരിച്ച് കിട്ടാം. ചില ഓവനിൽ 1 മിനിറ്റ് മതിയാവും ഇത് കറക്റ്റ് ആയിട്ട് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ എന്റെ ഓവനിൽ 2 മിനിറ്റ് വേണം കറക്റ്റ് കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഈ ഒരു കേക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം. മൈക്രോ മോഡിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൈക്രോ മോഡിൽ നമുക്കിത് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ പുറത്തോട്ട്. ഇതിപ്പോ അത്യാവശ്യം മഗ് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇതിൽ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഓൺ ചെയ്യാം. കണ്ടോ പൊങ്ങി വരുന്നത് കണ്ടോ? അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട്. മണം വരണ്ടേ? ഇനി നമുക്ക് ഓവൻ ഓപ്പൺ ചെയ്യാം. വാവ് സൂപ്പർ. ചൂട് ചൂട് ഓവൻ ഗ്ലോസ് നമുക്ക് ചൂടെടുക്കണ്ടേ? കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റെഡ് വെൽവെറ്റ് മഗ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ കണ്ടോ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് വെൽവെറ്റ് മഗ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. സൂപ്പർ സോഫ്റ്റ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി നമുക്ക് അതിന്റെ മേലിൽ വിപ്പിംഗ് ക്രീം വെക്കാം. അപ്പോൾ ഇത് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ നല്ല സൂപ്പർ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീം ചീസിന്റെ ഫ്രോസ്റ്റിംഗ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് തന്നെ റെഡ് വെൽവെറ്റ് കേക്കിന്റെ ഒറിജിനൽ വെർഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ മഗ് കേക്ക് ആണല്ലോ, 2 മിനിറ്റ് മഗ് കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പൊ അതിൽ ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. ക്രീം ചീസ് ഒന്നും വെക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാവുന്നതുണ്ട്.
പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ബേക്ക് ചെയ്ത സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതല്ല. മഗ് കേക്ക് അല്ലേ, അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിന്റെ സർക്കിൾ ആയിട്ട് വെക്കാം. വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കണം ഞങ്ങൾ ഇനിയിപ്പോ ഇതിന്റെ മുകളിലേക്ക്. മതിയോ? ഇനി ഇപ്പുറത്തേക്കാണോ? അപ്പൊ കണ്ടില്ലേ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക്, അതായത് മഗ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടോ? കണ്ടോ, നല്ല സൂപ്പർ ഫ്ലഫി ആയിട്ടുള്ള കേക്കാ. കണ്ടോ ഇതിന്റെ ടെക്സ്ചർ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ചെറുതായിട്ട് മെൽറ്റ് ആയതിന് ഈ കേക്കിന് ചൂടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീമിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. എങ്ങനെയാണ് നന്ദു? ഗുഡ്. വിപ്പിംഗ് ക്രീം പോണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഇവര് പെട്ടെന്ന് കേക്കൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കേക്കാണ് ഈ ഒരു റെഡ് വെൽവെറ്റ് മഗ് കേക്കും, അതുപോലെ വാനില മഗ് കേക്കും ചോക്ലേറ്റ് മഗ് കേക്കും ഒക്കെ. നമുക്ക് പെട്ടെന്ന് 2 മിനിറ്റല്ലേ വേണ്ടു, മിക്സിങ്ങിന് 1 മിനിറ്റ് അത്ര തന്നെ വേണ്ടു. അപ്പൊ നമ്മുടെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് മഗ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷൻസിനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഓക്കെ, ബൈ. അപ്പൊ മുട്ട എല്ലാവരും സ്പ്രെഡ് ആവാ. ഇത്ര പൊട്ടിച്ചപ്പോ എനിക്ക് ഈസി ആയിരുന്നു. അപ്പൊ നമുക്ക് മമ്മ ഇത്ര പൊട്ടിച്ചു.